അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 250 ml കപ്പിന് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ചാൽ ഈസ്റ്റ് പൊങ്ങി വരില്ല. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മാത്രമേ ഈസ്റ്റ് പെട്ടെന്ന് പൊങ്ങി കിട്ടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈസ്റ്റും പഞ്ചസാരയും ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പഴകിയ ഈസ്റ്റ് ഒന്നും വാങ്ങാതെ ഡേറ്റൊക്കെ നോക്കിയിട്ട് വേണം ഈസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. പഴകിയ ഈസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവായിട്ട് പെട്ടെന്ന് പൊങ്ങി കിട്ടില്ല, അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 250 ml കപ്പിന് 3 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മാവെല്ലാം കൂടിയിട്ട് ഒരു സ്പൂൺ വെച്ചോ ഒരു സ്പാച്ചിൽ വെച്ചോ ഒന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം മാവെല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം കൈവച്ച് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു ബൗളിൽ വെച്ചോ കൗണ്ടർ ടോപ്പിലിട്ടോ നല്ലതുപോലെ ഒരു 2 മിനിറ്റെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റെങ്കിലും കൈവച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമ്മുടെ പലഹാരം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബൗളിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുഴച്ച് വെച്ച മാവ് വെച്ച് കൊടുക്കാം. ഇനി ഈ മാവ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒന്നുകിൽ ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയ അടപ്പ് വെച്ച് മൂടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താലും മതി. നമുക്ക് നല്ല ഡബിൾ ആയിട്ട് ഈ മാവ് ഒന്ന് പൊങ്ങി കിട്ടിയാൽ മാത്രം മതി. അത്യാവശ്യം ചൂടുള്ള സ്ഥലത്താണെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ ഡബിൾ ആയിട്ട് പൊങ്ങി കിട്ടും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മാവ് പൊങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇനി മാവ് പൊങ്ങി കിട്ടുന്നില്ല, നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ ഒരു പാത്രത്തിൽ, അതായത് പാത്രത്തിന് അരഭാഗത്തോളം ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇതിന്റെ പുറത്ത് ബൗൾ വെച്ച് കൊടുത്താൽ മതി. മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം നല്ല ചൂടായും പോവരുത് തിളച്ചും പോവരുത്. ചെറുതായിട്ട് ചൂടുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ മാവ് വെന്ത് കറക്റ്റായിട്ട് പൊങ്ങി വരില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഓവനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓവൻ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഓവന്റെ ഉള്ളിലേക്ക് മാവ് വെച്ച് കൊടുത്താലും മതി. മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അതുപോലെ തന്നെ ഓവൻ ചൂടാക്കുമ്പോൾ ഒരുപാട് ചൂടാക്കരുത്. മാവ് പൊങ്ങി വരാൻ എടുക്കുന്ന സമയം കൊണ്ട് ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി വലിയ ജീരകത്തിന്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി നല്ലൊരു മണമൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 4 സവാള വരെ എടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കി പിന്നെ ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്താലും മതിയാകും. ഇനി ഒരു നാടൻ ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്, 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ മാത്രമേ ഈ സവാള നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ഈ സവാള ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, സവാള ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം.
ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ 5 മുട്ട പുഴുങ്ങിയെടുത്ത് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് പൊങ്ങാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മാവെല്ലാം പൊങ്ങി ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ക്ലിംഗ് റാപ്പ് ഒന്ന് മാറ്റാം. ഇനി ഈ മാവ് എയർ ബബിൾസ് ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടി കൈവച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഈ മാവ് കൗണ്ടർ ടോപ്പിൽ വെച്ചോ ബൗളിൽ വെച്ചോ ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിമാവ് ഇട്ട് കൊടുക്കുകയോ കയ്യിൽ ഓയിൽ തടവിയതിനു ശേഷവും മാവ് ഒന്നുകൂടി കുഴച്ചെടുത്താൽ മതി. ഇപ്പം മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ചെടുത്ത മാവ് ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയോ അല്ലെങ്കിൽ ഇതുപോലെ മാവ് 2ആയിട്ട് ഒരുപോലെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാം ഒരേ അളവിൽ മാവ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിൽ ഓയിൽ തടവിയതിന് ശേഷം മാവ് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ മാവും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഇതുപോലത്തെ ഒരു അടപ്പാണ്. ഈ അടപ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉരുട്ടിയ മാവ് എടുക്കാം. എന്നിട്ട് ഈ അടപ്പിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ ഒന്ന് കൈവച്ചാക്കി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന സവാള റോസ്റ്റ് ചെയ്തത് 1 സ്പൂൺ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഈ മാവ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഉരുട്ടിയെടുത്ത് അടപ്പിൽ വെച്ചതിന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്ത് ഈസിയാണ്, നമുക്കിത് പരത്തി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടപ്പിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുത്ത മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് നമുക്ക് എടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് ഉരുട്ടിയെടുത്ത മാവ് ഈ അടപ്പിൻ്റെ സൈഡുകളിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഗോതമ്പ് പൊടിയോ എണ്ണയുടെ ഒന്നും തന്നെ ആവശ്യം വരില്ല. നമ്മൾ ഈ മാവ് പരത്തി എടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക എക്സ്ട്രാ ഗോതമ്പ് പൊടിയോ എണ്ണയോ ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഈ അടപ്പിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് മാവ് ഷേപ്പ് ചെയ്ത് ഉരുട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 4 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കുറച്ച് വീതം ഇട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊന്ന് വീർത്ത് വരും. അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ കടായിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. ഇനി ഒരു സൈഡ് ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചുവിട്ട് ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ നിറച്ച് ഷേപ്പ് ചെയ്തെടുത്ത മാവ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല വീർത്ത് പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ഉള്ളിൽ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫില്ലിങ്ങും എല്ലാം കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉഗ്രൻ ടേസ്റ്റാണ്. ഇത് ചായയുടെ കൂടെ കഴിക്കാൻ, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി നമ്മുടെ വയറ് നിറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ പലഹാരം ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്